ഹലോ വണ്ടിപ്രാന്തന്മാരെ, കുറേ നാൾക്ക് ശേഷം ഞാൻ ഇതുപോലൊരു വ്ളോഗ് ചെയ്യുന്നത്. ഏകദേശം ഒരു 1.5-2 വർഷം ആയി ഇപ്പോൾ വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പം വെൽക്കം ടു മൈ വ്ളോഗ്. ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മളെ മല്ലു മെക്കാനിക്സിൻ്റെ മാഞ്ചസ്റ്റർ യാർഡും അതുപോലെ തന്നെ നമ്മളുടെ ഒരു വണ്ടി ഡെലിവറി കൊടുക്കാൻ പോകുന്നതും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കാണിക്കാം. നിങ്ങൾ വെയിറ്റ് ചെയ്തോ, നിങ്ങൾ എന്തായാലും ഞാൻ ബോറടിപ്പിക്കത്തില്ല. ഇതാണ് നമ്മളെ മാഞ്ചസ്റ്ററിലെ യാർഡ്. ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഓഫീസുണ്ട്. ഇവിടെ 3-4 വണ്ടി കിടപ്പുണ്ട്. ഇതാണ് നമ്മളുടെ ഓഫീസിൽ നമ്മളെ ചെറിയ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ ചേട്ടൻ, ഈ മല്ലു മെക്കാനിക്സിൻ്റെ മെയിൻ ഫൗണ്ടറായിട്ടുള്ള വിഷ്ണുദത്തൻ. അതുപോലെ തന്നെ എൻ്റെ മുഖം ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നാലും കുഴപ്പമില്ല. താടിയൊക്കെ കിളിപ്പിച്ചിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. വ്യത്യാസം കണ്ടില്ലേ? പക്ഷെ വിഷ്ണുവിൻ്റെ കറക്റ്റായിട്ടുണ്ട്. എൻ്റെ ചെറിയ താടിയൊക്കെ കളിച്ച് ഒരു മുടിയൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി വേറെ രീതിയിലാക്കിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, കൊള്ളാം. പിന്നെ ഇവിടെ കുറേ ഡ്രീം കാറുകൾ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. GTR ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ സുപ്ര ഇരിപ്പുണ്ട്, പോർഷ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വിളക്ക് സാധനങ്ങൾ, പിന്നെ കുറേ കുഞ്ഞു കാറുകൾ. അപ്പം വേറെ കുറേ കാറുകളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഉടനെ തന്നെ വരുന്നതായിരിക്കും. തെമ്മു പറ്റിച്ചു, ഇവർ പറ്റിച്ച് ലാസ്റ്റ് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇവിടെ കസ്റ്റമേഴ്സിന് ഇരിക്കാനുള്ള സോഫ കാര്യങ്ങൾ, ഇപ്പോഴത്തെ ചൂട് കാരണം ഒരു ഫാന്, ഇതെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ വണ്ടികളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരുപാട് വണ്ടികളുടെ കളക്ഷൻ ഇവിടെ കിടപ്പുണ്ട്. ഇനി ഒരുപാട് വണ്ടികളുടെ വരാൻ കിടപ്പുണ്ട്. ഇതൊരു ഇന്ന് ഡെലിവറി പോകാനുള്ള വണ്ടിയാണ്, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2020 മോഡൽ ടിഗ്വാനാണ്. അടിപൊളി വണ്ടി. ഇത് നമ്മളെല്ലാ കസ്റ്റമേഴ്സിനും വണ്ടി കൊടുക്കുന്നതിന് മുമ്പ് ഫുൾ ഡീപ്പ് ക്ലീൻ ഒക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ ഡീപ്പ് ക്ലീനിൻ്റെ വർക്കും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടല്ലേ, വണ്ടി ഫുൾ ഡീപ്പ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ കുറേ വണ്ടികൾ നിരന്ന് കിടപ്പുണ്ട്. മിനി കൂപ്പർ കിടപ്പുണ്ട്, കാമിക്ക കിടപ്പുണ്ട്, ബെൻസിൻ്റെ E220D കിടപ്പുണ്ട്, അതുപോലെ തന്നെ കാഷ്കായ് കിടപ്പുണ്ട്, വീണ്ടും കാഷ്കായ് കിടപ്പുണ്ട്, സ്പോട്ടേജ് കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ യാരിസ് ഓട്ടോമാറ്റിക് കിടപ്പുണ്ട്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടി നോക്കുന്നവർക്ക് 2500 പൗണ്ട് റേഞ്ചിൽ വണ്ടി നോക്കുന്നവർക്ക് I20 കിടപ്പുണ്ട്. ഇത് ആക്ച്വലി 2020 മോഡൽ വണ്ടിയാണ്. വെറും 8000 മൈൽസ് മാത്രമേ ഓടിയിട്ടുള്ളൂ. ഹൈബ്രിഡ് വണ്ടിയാണ്. ഇത് GR ആണ് ഈ വണ്ടി. എന്ന് വെച്ചാൽ മറ്റേ പവർഫുൾ ആയിട്ടുള്ള GR അല്ല, GR കിറ്റുള്ള വണ്ടിയാണ്. ഇതിൻ്റെ അലോയ്സൊക്കെ കണ്ടില്ല, നോർമലി വണ്ടികളെ കാട്ടി ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ളൊരു വണ്ടിയാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ആവട്ടെ എല്ലാം അടിപൊളിയാണ്. വെറും 8000 മൈൽസ് കിട്ടുള്ളൂ. ഓൾമോസ്റ്റ് ഒരു 11,500 പ്രൈസ് വരുന്നുണ്ട് ഈ വണ്ടിക്ക്. അതുപോലെ തന്നെ മിനി കൂപ്പർ ഉണ്ട്. ഇതൊക്കെ ഓഫറിൽ കിടക്കുന്ന വണ്ടികളാണ്. ഇത് മിനി കൂപ്പറിൻ്റെ S. ഈ സാധനം പറക്കും ഗൈസ്. ഓപ്പണായിട്ട് പറയാം, ഞാനിത് ഓൾമോസ്റ്റ് 2 മാസം യൂസ് ചെയ്ത് എന്നിട്ടാണ് ഇത് വിൽക്കായിട്ടേക്കുന്നത്. ഒന്നും പറയില്ല, അടിപൊളി വണ്ടി. പറക്കൂന്ന് പറഞ്ഞാൽ സാധനം പറന്നിരിക്കുക, അത്ര അടിപൊളി വണ്ടിയാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ കൊടുക്കത്തില്ല. ഇതെൻ്റെ പൊന്നോമന പുത്രനാണ്. നമ്മളിത് മോഡിഫൈ ചെയ്താണ്. 2 വർഷം മുമ്പ് ഫുൾ മോഡിഫൈ, നമ്മളെ ഗ്യാരേജിൻ്റെ ഇനാഗ്രേഷൻ അന്ന് മോഡിഫൈ ചെയ്ത് ഇറക്കിയൊരു വണ്ടിയാണ്. ഈ വണ്ടിയിൽ കുറേ കഥകളുണ്ട് ഗൈസ്. ഈ വണ്ടി മോഡിഫൈ ചെയ്ത് ഇറക്കിയതിനും കുറേ കഥകളുണ്ട്, കാണുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും. അതുപോലെ തന്നെ 2 വണ്ടി മൂടിയിട്ടേക്കുന്നത്, അത് ഇനി വരാനുള്ള അപ്കമിങ് കാർസാണ്. അപ്പോൾ അത് കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്, അതുകൊണ്ടാണ് മൂടിയിട്ടേക്കുന്നത്. പിന്നെ ഇതൊരു ബെൻസിൻ്റെ E220D ആണ്. ഇതൊരു എന്താ പറയുക, ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഗൈസ്. ഈ വണ്ടി നിങ്ങൾക്ക് പുറത്തിറക്കി തന്നെ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ലുക്ക് ഒന്നുകൂടി മനസ്സിലാവും. അടിപൊളി ഒരു വണ്ടിയാണ് ഇത്. കൂപ്പയാണ്, 2 ഡോർ വണ്ടിയാണ്. അതുപോലെ തന്നെ ഫോർമാറ്റിക് E220D ആണ്. മെർസിഡീസ് 2018 മോഡൽ വണ്ടി. ഒരു അടിപൊളി ഷേപ്പും അടിപൊളി ലുക്കുള്ള വണ്ടിയാണ്. ഇതിനെയൊക്കെ കാട്ടി അടിപൊളി ഇതിൻ്റെ ഇൻറ്റീരിയർ തന്നെയാണ് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന് ഒരിക്കലും പറയത്തില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആ കണ്ടില്ലേ, നല്ല പ്രീമിയം ഇൻറ്റീരിയർ ആണ്, നല്ല അടിപൊളി കളറും കാര്യങ്ങളും ഒക്കെയാണ്, കണ്ടില്ലേ. അതുപോലെ വണ്ടി ആകെ 59,000 മൈൽസ് മാത്രമേ ഓടിയിട്ടുള്ളൂ. എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു 1.5 വണ്ടി തന്നെയാണ്. ബട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമല്ലോ എന്ന് നിങ്ങൾ വന്ന് ഓട്ടിച്ചൊക്കെ നോക്കും. വണ്ടി ഞാൻ പറയാം, ഞങ്ങൾ ഈ വണ്ടി ലണ്ടനിൽ നിന്ന് ഓട്ടിച്ചാണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ രീതിയിലുള്ള ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടിട്ടേക്കുന്ന വണ്ടികളാണ്. ഇതിനകത്ത് കിടക്കുന്ന ഓൾമോസ്റ്റ് വണ്ടികളും ഒരു 90% വണ്ടികൾ ഞങ്ങൾ ലണ്ടനിൽ നിന്ന് വർക്കെല്ലാം കഴിഞ്ഞ് ഓട്ടിച്ച് ഇവിടെ കൊണ്ടുവന്ന വണ്ടികളാണ്. പുതിയ ക്ലച്ചും കാര്യങ്ങളും എല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്ത വണ്ടിയാണ്. അതിൻ്റെ ബില്ലും കാര്യങ്ങളെല്ലാം നമ്മളതിലുണ്ട്. ക്ലച്ചിന് ഉൾപ്പെടെ നമ്മളിതിന് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 6 മന്ത്. അതുപോലെ തന്നെ വണ്ടിക്ക് എൻജിൻ ഗിയർ ബോക്സ് വാറണ്ടി എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്പോട്ടേജ് കിടപ്പുണ്ട്, RAV4 കിടപ്പുണ്ട്. അങ്ങനെ കുറേ വണ്ടികൾ കിടപ്പുണ്ട് ഗൈസ്. ഈ വീഡിയോ ഞാൻ നീട്ടുന്നില്ല, എൻ്റെ ആദ്യത്തെ വ്ളോഗ് തന്നെ പിടിച്ച് 10-30 മിനിറ്റ് ആക്കാൻ ഞാൻ നോക്കുന്നില്ല. അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളിലോട്ട് കാര്യങ്ങളിലോട്ടൊക്കെ പോകാം. ഇതുമായിട്ട് നമുക്ക് ഈ കസ്റ്റമറിൻ്റെ അടുത്തോട്ട് പോകാം. കസ്റ്റമറിൻ്റെ അടുത്ത് പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം. അപ്പം കണ്ടോ.
അതുപോലെ തന്നെ ഗൈസ് ഇവിടെ വരുന്ന എല്ലാവരും എന്നോട് ചോദിക്കുന്ന വേറൊരു സംഭവമാണ് ഈ കണ്ടെയ്നർ എന്തുവാന്ന്. സത്യം പറഞ്ഞാൽ ഇത് ഞാനൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പണിഞ്ഞാണ്, പിന്നീട് ഇതൊരു ഗെയിമിംഗ് റൂം ആക്കാമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ സ്റ്റോറേജ് ആയിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ സൂൺ ഞാനിതൊരു ഗെയിമിംഗ് റൂം ആക്കുന്നതായിരിക്കും. വരുന്ന കസ്റ്റമേഴ്സിനും കാര്യങ്ങൾക്കും ഒക്കെ ഗെയിമൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്. ഇത് കണ്ട ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സംഭവം അടിപൊളിയായിട്ട് തന്നെയാണ് ഇത് പണിഞ്ഞേക്കുന്ന. ഫുൾ ലൈറ്റും ഇലക്ട്രിസിറ്റി എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമ്മൾ ഉടനെ തന്നെ ഒരു ഗെയിമിംഗ് റൂമാക്കി മാറ്റുന്നതായിരിക്കും. കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആൾക്കാർക്ക് വന്ന് ഗെയിം കളിക്കണമെങ്കിൽ ആർക്കാണെങ്കിലും വന്ന് കളിക്കാം. ഓൾവേസ് വെൽക്കം. അപ്പം ഇത് എന്തായാലും ഒരു 1 മന്തിനുള്ളിൽ ഞാൻ ഫുൾ സെറ്റ് ആക്കുന്നതായിരിക്കും. അപ്പം എനിക്ക് ഗെയിമിനെ കുറിച്ചൊന്നും വലുതായിട്ട് അറിഞ്ഞുകൂടാ. എന്നാലും മറ്റേ PS5 PS6 ആ സാധനമൊക്കെ വാങ്ങിച്ച് നമുക്ക് വെച്ച് അടിപൊളിയാക്കാം. അതുപോലെ ഗൈസ് ഈ കിടക്കുന്ന വണ്ടികളൊന്നും അല്ല നമ്മളെ ലണ്ടൻ്റെ ആട്, അത് നമ്മൾ അടുത്തൊരു വ്ളോഗിൽ കാണിച്ചു തരുന്നതായിരിക്കും. കുറേ വണ്ടികൾ കിടപ്പുണ്ട്, ഇൻക്ലൂഡിങ് ഡാമേജ് കണ്ടീഷനിൽ തന്നെ കുറേ വണ്ടികളുടെ അവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് അവിടെ വന്ന് ഡാമേജ് കണ്ടീഷനിൽ ബുക്ക് ചെയ്യാം, അല്ലാതെ നിങ്ങൾക്ക് അത് പണിഞ്ഞിട്ട് ഓടിച്ച് നോക്കിയിട്ട് ബുക്ക് ചെയ്യാം. എല്ലാ ഓപ്ഷനും ഉണ്ട്. ഇതിനെക്കാട്ടി 2-3 ഇരട്ടിയാണ് അവിടെ വലുത്. അവിടെ കുറേ വണ്ടികളും കിടപ്പുണ്ട്. അപ്പം ഇത് മാത്രമല്ല നമ്മളെ സ്റ്റോക്ക്. നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ അപ്കമിങ് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ് വണ്ടി ഡെലിവറി കൊടുക്കാൻ വേണ്ടി. ഇവിടെ അടുത്ത് തന്നെയാണ്. അവർ ഓൾറെഡി വന്ന് വണ്ടി ഇന്നലെ കണ്ടിട്ടൊക്കെ പോയത്. അപ്പോൾ അവർക്ക് വീട്ടിൽ കൊണ്ട് കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഷിജു ചേട്ടനുണ്ട്, നമ്മളെ മാഞ്ചസ്റ്ററിലെ സെയിൽസ് മാനേജറാണ്. ഗൈസ് കണ്ടില്ലേ, ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അപ്പം ഷിജിൻ ചേട്ടനെ എല്ലാവർക്കും അറിയായിരിക്കും. ഷിജിൻ ചേട്ടൻ ഇവിടെ മാഞ്ചസ്റ്ററിൽ വണ്ടി വാങ്ങാൻ വന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഷിജിൻ ചേട്ടനെ. ഷിജിൻ ചേട്ടനാണ് നമ്മളെ ഇവിടുത്തെ ഓളാണ്. അപ്പോൾ പെട്രോൾ അടിക്കണ്ടേ? പിന്നെ ഷിജിൻ ചേട്ടൻ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കസ്റ്റമറിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മുട്ട എടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ കസ്റ്റമർ നമ്മളെ ഈ വണ്ടി എന്ന് വെച്ചാൽ ഈ വണ്ടി ലണ്ടൻ്റെ ആയാലും ഓൾറെഡി നമ്മൾ ഓപ്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ഡാമേജ് കണ്ടീഷൻ കിടക്കുക. അപ്പം പുള്ളിക്കാരൻ ഇവിടെ ഓഫീസിൽ വന്നിട്ടല്ലേ ബുക്ക് ചെയ്തത്. ഇവിടെ ഓഫീസിൽ വന്ന് വീഡിയോ കോൾ വഴി കണ്ടില്ലേ, വീഡിയോ കോൾ വഴി അവിടെ വണ്ടി കണ്ട് അങ്ങനെയാണ് ഈ വണ്ടി അവർ ബുക്ക് ചെയ്തത്. വണ്ടിയുടെ ബാക്ക് ബമ്പറും അതുപോലെ ഫ്രണ്ട് ബമ്പറും ചെറിയ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കസ്റ്റമർ പറഞ്ഞ് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നമ്മളിപ്പോൾ മൂന്നാഴ്ച എടുത്തില്ലേ, 3 ആഴ്ച കൊണ്ട് നമ്മൾ ഫുൾ പാർട്സ് എല്ലാം ഓർഡർ ചെയ്ത് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി ആണ് നമ്മൾ കസ്റ്റമർ വണ്ടി ഈവൻ ഡ്രൈവ് പോലും ചെയ്യാതാണ് അവർ ഡെപ്പോസിറ്റ് തന്ന് വണ്ടി ബുക്ക് ചെയ്തത്. നമ്മളോടുള്ള ട്രസ്റ്റ് കാരണം അതിന് ഭയങ്കര ഒരു താങ്ക്സ് ഫോർ കസ്റ്റമർ. ആൻഡ് ഈ നമ്മളിന്ന് വണ്ടി എടുത്താലും സജസ്റ്റ് ചെയ്തതുമാണ് അത്. അപ്പം നമ്മളിപ്പം കസ്റ്റമറിനോട് ചെന്നിട്ട് വണ്ടി ഇപ്പം നമ്മൾ കൊടുത്തിട്ട് ആദ്യം തന്നെ വണ്ടി സൂപ്പർ അടിപൊളിയാണെന്നൊന്നും കസ്റ്റമറിനെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കത്തില്ല. മിനിമം 3 മാസം അല്ലെങ്കിൽ 6 മാസം ഓടിച്ച് കഴിഞ്ഞിട്ട് ഒരു സർവീസിന് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ റിവ്യൂ എടുപ്പിക്കൂ. അല്ലാതെ ഒരാൾക്കും ഇപ്പം ഞാനാണെങ്കിലും ഒരു അടുത്ത് നിന്ന് ഇപ്പോൾ ഒരു വണ്ടി വാങ്ങിച്ചെന്ന് വെച്ചോ, വണ്ടി നേരെ കൊണ്ടുവന്ന് എൻ്റെ തന്നിട്ട് അല്ലെങ്കിൽ ചേട്ടന് കൊടുത്തിട്ട് ചേട്ടാ വണ്ടി സൂപ്പർ അല്ലേ, അടിപൊളിയല്ലേ, ഓടിച്ച് നോക്കില്ല, ഒരു വണ്ടി ഒന്ന് 5 മിനിറ്റോ 10 മിനിറ്റോ ഓടിച്ച് നോക്കിയാലൊന്നും അടിപൊളിയാണ് ആർക്കും അവകാശപ്പെടാൻ പറ്റത്തില്ല. മിനിമം ഒരു മാസമോ 2 മാസമോ 3 മാസമൊക്കെ ഓടിച്ച് നോക്കി കഴിഞ്ഞാലേ കസ്റ്റമറിന് മനസ്സിലാകത്തുള്ളൂ ആ വണ്ടി നല്ലതാണെന്ന്. അത് ഞങ്ങളെ മല്ലു മെക്കാനിക്സ് എടുക്കുന്ന എല്ലാ വണ്ടിയും കസ്റ്റമറിന്റെ റിവ്യൂ എടുക്കുന്ന ഞങ്ങൾ ആഫ്റ്റർ 3 മന്ത്സ് അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞിട്ട്. ചില റിവ്യൂ ഒക്കെ കിടപ്പുണ്ട് 2 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ റിവ്യൂ പറയിപ്പിച്ചതുണ്ട്, 1 വർഷം കഴിഞ്ഞിട്ട് റിവ്യൂ പറഞ്ഞതൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നൊരു സംഭവം. നമ്മൾ കസ്റ്റമറിന്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മളെ കസ്റ്റമർ. ചേട്ടൻ്റെ പേരെന്താ? ദിലീപ്. ചേച്ചിയുടെ പേരെന്താ? ചേച്ചിയുടെ ഓടുവാണ്. ചേച്ചിയുടെ എവിടാ സ്ഥലം? എവിടാ നിങ്ങൾ? കണ്ണൂരല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, വണ്ടിയുടെ റിവ്യൂ ഒന്നും പറയണ്ട, കാരണം നിങ്ങൾ വണ്ടി യൂസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ വണ്ടി കാണാതല്ലേ നിങ്ങൾ ബുക്കും കാര്യങ്ങളൊക്കെ ചെയ്തത്. എങ്ങനെയാണ് അതിനൊരു ധൈര്യം വന്നത് ഞങ്ങളുടെ അങ്ങനെ ബുക്ക് ചെയ്യാൻ? ഓക്കെ. പിന്നെ എപ്പം നമ്മൾ വിളിച്ചാലും വിളിച്ചാലും അതുപോലെ തന്നെ എന്ത് മെസ്സേജ് അയച്ചാലും അവർ അന്നേരം റെസ്പോണ്ട് ചെയ്യും. അതിന്റെ അത് ചെയ്ത് അവരാണ്. ഓക്കെ. അപ്പോൾ വണ്ടിയെ കുറിച്ചൊന്നും പറയണ്ട, കാരണം വണ്ടി നിങ്ങൾ ഇനി യൂസ് ചെയ്യണം. ഒരു മിനിമം 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം യൂസ് ചെയ്തതിന് ശേഷം ഒരു അടിപൊളി റിവ്യൂ ഞങ്ങൾക്ക് തന്നാൽ മതി. അത് ഞങ്ങൾ വരും, അടിപൊളി നമുക്ക് റിവ്യൂയും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഇതാണ് വണ്ടി ഓൾറെഡി അവർ ഇന്നലെ വന്ന് രാത്രി കണ്ടായിരുന്നല്ലേ? അപ്പം ഇത് ആഫ്റ്റർ 2 വർഷത്തിന് ശേഷം ഞാൻ വ്ലോഗ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ അവരുടെ വ്ലോഗിനകത്ത് വരുന്നു. അപ്പോൾ എങ്ങനെ എയറിലായ നിങ്ങൾ ഉൾപ്പെടെ ചേച്ചി മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടാ, നിങ്ങളൊന്നും വിചാരിക്കല്ലേ. അതുപോലെ ചേച്ചി നമ്മളെ ചായ കുടിക്കാൻ വിളിക്കുകയാണ്. പക്ഷെ ചേച്ചി ഞാൻ ചായ കുടിക്കത്തില്ല. കോഫി കുടിക്കും, ചായ കുടിക്കത്തില്ല. ചേട്ടാ വേറൊരു വലിയ സംശയം ഡൗട്ടുള്ള സംഭവം, ചേട്ടാ കാറ്റഗറി വണ്ടി എടുത്തേക്കണം. ചേട്ടൻ ഇൻഷുറൻസ് എത്ര രൂപ? ഇൻഷുറൻസ് എനിക്ക് വലിയ എമൗണ്ട് ഒന്നും വരുന്നില്ല. ഒരു
പെർ മന്ത് ആക്ച്വലി 80 പൗണ്ട് ഒക്കെ ആവും. 80 പൗണ്ട്. 80 പൗണ്ട് ആവും. ചേട്ടന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ വണ്ടി ഉള്ളതല്ലേ, അവരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം എങ്ങനെ? ഇല്ല, അതൊക്കെ നോർമൽ ഇൻഷുറൻസിന്റെ സെയിം അതോ വരുന്നുള്ളൂ, അല്ലാതെ കൂടുതലൊന്നും വരുന്നില്ല. കൂടുതലൊന്നും വരുന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു പേടിയേ വേണ്ട. കണ്ട കസ്റ്റമർ, ഞാനല്ല പറയുന്നത് ഇൻഷുറൻസ്, കസ്റ്റമർ തന്നെ പറയുന്നത് ഇൻഷുറൻസ് 80 പൗണ്ട് ആയിട്ടുള്ളത്. അപ്പം ചുമ്മാ ഈ ആൾക്കാരൊക്കെ പറയുന്നത് കാറ്റഗറി വണ്ടിക്ക് മറ്റേ ലോകത്തില്ലാത്ത ഇൻഷുറൻസ് ആണൊക്കെ വെറുതെ പറയുന്നത് ഇല്ലേ? അതൊക്കെ മേ ബി പറയാം, ഓരോരുത്തരുടെ ഇൻഷുറൻസ് ഒക്കെ ഓരോരുത്തരുടെ ഡിപ്പെൻസ് അല്ലേ. അതെ അതെ അതെ. തണ്ണിമത്തൻ വന്നിട്ടുണ്ട്. അവിടെ നമ്മളെ സെയിൽ എഗ്രിമെന്റും അതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ ചേട്ടൻ ഒപ്പിടാൻ പോവാണ്. ഗൈസ്, കോഫി, പിന്നെ ഇത് കണ്ട നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരി ഉണ്ടയാ. ചേച്ചി ഇനി ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പോൾ അടിപൊളി ഫുഡൊക്കെ ഇവിടെ വന്ന് കഴിക്കാൻ പറ്റും. ഗൈസ്, അപ്പോൾ നമ്മളെ ചേട്ടനും ചേച്ചിയും കീ എടുക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ചേട്ടനും ചേച്ചിയും കീയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വണ്ടിക്ക് 6 മാസം വാറണ്ടി ഉണ്ട്. എന്തുണ്ടെങ്കിലും എപ്പോൾ ആണെങ്കിലും വിളിക്കാം, ഞങ്ങൾ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ചേട്ടൻ അറിയാലോ, ഫ്രീ സർവീസ് ഉണ്ട്. 3000 മൈൽസ് അല്ലെങ്കിൽ 3 മാസം. ഇനി ചേട്ടൻ 1 വർഷം കഴിഞ്ഞിട്ട് ഈ വണ്ടി വിൽക്കണമെന്ന് തോന്നിയാൽ ഞങ്ങളുടെ അടുത്ത് തന്നെ കൊണ്ടുവന്നാൽ മതി. ഞങ്ങൾ തന്നെ പാർക്ക് ആൻഡ് സെയിൽ ചെയ്തിട്ട്, അതുകൊണ്ട് വിൽക്കുന്ന സമയമാകുമ്പോഴും പേടിക്കണ്ട, ഞങ്ങൾ തന്നെ നിങ്ങൾ കൂടെ തന്നെ കാണും. ഫുൾ ഞങ്ങളെ കൺട്രോളിലായിരിക്കും വണ്ടി, അതുകൊണ്ട് ഒന്നും കൊണ്ട് പേടിക്കണ്ട. എന്തുണ്ടെങ്കിലും വിളിക്കുക. അപ്പം ഒരുപാട് താങ്ക് യു ഞങ്ങളെ ചൂസ് ചെയ്തതിന്. താങ്ക് യു. ഓക്കെ, അപ്പം വണ്ടി കൊടുത്തു, കസ്റ്റമർ ഹാപ്പിയാണ്. അത് കഴിഞ്ഞ് മൊബൈൽ കടയിൽ പോയി മൊബൈലിലും കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രേ ആക്കുന്നുള്ളൂ. അടുത്ത വീഡിയോ ഇതിനെക്കാട്ടി അടിപൊളിയാക്കുന്നതായിരിക്കും. അപ്പം കൂടുതൽ നീട്ടുന്നില്ല ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ. അപ്പോൾ എന്തെങ്കിലും വണ്ടിയോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ നമ്പറെല്ലാം ഇട്ടേക്കാം, വിളിച്ചാൽ മതി കേട്ടോ. അപ്പം ബൈ ബൈ.